ഇന്ത്യയിൽ തന്നെ നിരവധി ആരാധകരുള്ളൊരു താരമാണ് അജിത്ത്. തമിഴ്നാട്ടുകാരുടെ പ്രിയ തല എന്നാണ് അജിത്തിനെ അറിയപ്പെടുന്നതും. മറ്റുള്ള നടന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് അജിത്ത്. വളരെ ലളിതമായൊരു ജീവിതമാണ് അദ്ദേഹം നയിച്ചു മുന്നോട്ട് പോകുന്നത്. കൂടാതെ പാവപ്പെട്ടവർക്കും കൈത്താങ്ങായി നിരവധി പ്രോഗ്രാമുകളാണ് അജിത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഇതാ അജിത്തിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ താരം ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയുടെ ഭാഗമായി അഡ്മിറ്റ് ആയിരുന്നു. ചെവിയുടെ താരെ നീർക്കെട്ട് വന്നതിൽ മൂലം ചെറിയൊരു സർജറി വേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന്. അതിൽ നിന്നെല്ലാം താരം സുഖം പ്രാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ താരത്തിന് അത്ര നല്ല സമയമല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് തേടി മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. കാര്യം എന്തെന്നാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ജനപ്രീതിയുള്ള 10 നായക നടന്മാരുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയയാണ് ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നതും. ഫെബ്രുവരി മാസത്തെ വിലയിരുത്തൽ അനുസരിച്ചുള്ള പട്ടികയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ആദ്യ 10 സ്ഥാനങ്ങളിൽ 6 പേരും തെന്നിന്ത്യൻ സിനിമയിൽ നിന്നുള്ളവരാണ് എന്നാണ് മറ്റൊരു സത്യം. ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിലെ തന്നെ സൂപ്പർ സ്റ്റാറായ ഷാരൂഖ് ഖാനാണ്. രണ്ടാമത് പ്രഭാസാണ്. മൂന്നാമത് വിജയും വന്നു. 4ഉം 5ഉം 6ഉം സ്ഥാനങ്ങളിൽ തെലുങ്ക് സിനിമയിൽ നിന്നുള്ള പ്രധാന താരങ്ങളാണ്. ജൂനിയർ NTR എന്നിവർ സ്ഥാനം പങ്കിടുന്നു. 7ാം സ്ഥാനത്ത് സൽമാൻ ഖാൻ ആണ് വന്നിരിക്കുന്നത്. 8ാം സ്ഥാനത്ത് ഋതിക് റോഷനും. 9ാമത് ഇപ്പോൾ രൺബീർ കപൂറും. 10ാം സ്ഥാനത്ത് രാം ചരണുമാണ്. എന്നാൽ ജനുവരി മാസം വരെ ലിസ്റ്റിലുണ്ടായിരുന്ന അജിത്താണ് ഇപ്പോൾ അപ്രത്യക്ഷനായിരിക്കുന്നത്. തമിഴ് സിനിമ സൂപ്പർ താരം അജിത് കുമാർ ഈ ലിസ്റ്റിൽ ഇല്ല എന്നത് തീർത്തും സങ്കടകരമായ ഒരു കാര്യമാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം. കാര്യമെന്തെന്നാൽ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അദ്ദേഹം എന്ന് തന്നെ പറയാം. ഇത് അജിത്തിനെ സംബന്ധിച്ച് തീരെ ദുഃഖവാർത്തയുമാണ്. ആയതിനാൽ തന്നെ താരത്തിന്റെ പുതിയ ചിത്രമാണ് വിടാമുയർച്ചി. ആ ചിത്രത്തിലൂടെ താരം വീണ്ടും ആദ്യ 10 സ്ഥാനങ്ങളിലേക്ക് ഇടം പിടിക്കുമെന്നാണ് ആരാധകരും പറയുന്നത്. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം.